ഈ വീഡിയോ ഒരു നോൺ റെക്കമെൻഡേഷൻ വീഡിയോ ആണ്. ഐ വുഡ് സേ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ബാങ്ക് കോൾ ടൈഡ്. അതായത് ഞാനൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലയൻറ്റുമായിട്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അതൊരു നോൺ റീഫണ്ടബിൾ പേയ്മെൻറ്റ് ഇൻക്ലൂഡ് ആവുന്ന ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു. നമ്മൾ ലീഗലി ഒഫീഷ്യലി ഡിജിറ്റലി സൈൻ ചെയ്ത കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പേയ്മെൻറ്റ് ചെയ്തു. സോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ദേ ടേക്ക് ഇറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ബാക്ക്. അവർ പ്രൊസീഡ് ചെയ്തില്ലായിരുന്നു. സോ ഒബ്വിയസ്ലി ആസ് പെർ ദ കോൺട്രാക്ട് ഇറ്റ്സ് നോൺ റീഫണ്ടബിൾ. അപ്പോൾ അത് ക്ലയൻറ്റ് അണ്ടർസ്റ്റുഡ് ആയി. അതിനുശേഷം ക്ലയൻറ്റ് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫയൽഡ് ആൻഡ് ഡിസ്പ്യൂട്ട് ഇൻ ദ ബാങ്ക്. അപ്പോൾ എൻ്റെ ബിസിനസ് അക്കൗണ്ട് സസ്പെൻഡായി. അത് ടൈഡിലായിരുന്നു. സോ ടൈഡിന് ഞാൻ ക്ലയൻറ്റുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു, വിച്ച് ഇസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ടു ഗെറ്റ് മൈ അക്കൗണ്ട് ബാക്ക്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കേൾക്കാൻ മനസ്സില്ലാതെ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദ വേർസ്റ്റസ്റ്റ് കസ്റ്റമർ സപ്പോർട്ടാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോംസ് ആണെങ്കിലോ ബാങ്ക് ആണെങ്കിലോ ദ വേർസ്റ്റസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് ടൈഡിനുള്ളത്. ഒരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ ദേ സസ്പെൻഡ് മൈ അക്കൗണ്ട് ആൻഡ് ടേക്ക് ഓൾ ദ മണി ബാക്ക്. ടേക്ക് എന്നല്ല പറയേണ്ടത്, ദേ ഹാവ് സ്റ്റോളൻ ഓൾ ദ മണി ബാക്ക്. അപ്പോൾ ബിസിനസ്സുകാർക്ക് ഭയങ്കര ഈസിയാണ് തുടങ്ങാൻ. കാരണം അവരുടെ ഈവൻ ഒരു ടെലിഫോണിക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം എന്ന് ഉള്ള ഒരു ടേംസ് ഉള്ള ഒരു ബാങ്കാണ് ടൈഡ്. അതൊക്കെ ഞാൻ മനസ്സിലാക്കാൻ സമയം എടുത്തു. എടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എല്ലാത്തിനും ചാർജാണ്. എല്ലാത്തിനും ചാർജാണ്. നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെങ്കിൽ അതിന് ചാർജാണ്. ആകെയുള്ള ഇൻവോയ്സ് ആണ് മാത്രമാണ് അവർക്ക് ഇൻബിൽഡ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആരെങ്കിലും പിന്നെ ബിസിനസ് തുടങ്ങിയിട്ട് ബാങ്ക് അക്കൗണ്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പല ആൾക്കാർ മുന്നേ പറഞ്ഞാൽ ടൈഡ് എടുക്കാൻ പാടില്ല. ഞാൻ അവരൊന്നും വിലക്ക് കൊടുത്തില്ല. സോ ആരെങ്കിലും ബിസിനസ് അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഹൈ സ്ട്രീറ്റ് ബാങ്ക് ആയിട്ടുള്ള ലോയ്സ്, ബാർക്ലീസ് അതുപോലത്തെ ബാങ്ക്സ് മാത്രം എടുക്കുക. ഓൺ ദ കോൾ സപ്പോർട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടുന്ന ബാങ്ക്സ് മാത്രം എടുക്കുക. അല്ലാത്തവർ അത് ടൈഡിലേക്ക് പോകരുത്. Okay, so that's my just a recommendation. Don't go with Tide. So they are the worst customer care providing financial institution in the UK. Okay, so ഞാനിപ്പോൾ അത് ലോയ്ഡ്സിലേക്ക് മാറ്റി. They are providing wonderful service. Wonderful service means wonderful service. On the call within 1 minute they will connect the call and എന്ത് കൺസേൺ ആണെങ്കിലും we can discuss ചെയ്യാം. So close to Tide.